ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അബ്ദുൽ വാഹിദാണ്. പിന്നെ ഒരു പാർട്ടിയുടെ അനുഭാവിയൊന്നുമല്ല, ഒരു മെമ്പർഷിപ്പ് പോലും എനിക്കില്ല. എങ്കിലും നേട്ടങ്ങളുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വന്ന ഗവൺമെൻറ് 2014 മുതൽക്ക് 2025 വരെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ 2026 അപ്പോൾ ഇനി ഏതാനും മാസങ്ങളുള്ള ഏപ്രിൽ 9 നമ്മുടെ ഇലക്ഷൻ, അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ. ആർക്കൊക്കെ വോട്ടുണ്ട് ഇല്ല എന്നുള്ളത് അറിയില്ല. പിന്നെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാർട്ടി ഏതായിക്കോട്ടെ, നമ്മുടെ നാടിന് വന്നിട്ടുള്ള വികസനങ്ങൾ അത് നമ്മൾ കണ്ടില്ല എന്നടിക്കരുത്. ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, നമുക്ക് നമ്മളെ ഭരണം മറ്റൊരു പാർട്ടിക്ക് കൈമാറി കഴിഞ്ഞാൽ വരാവുന്ന ഭവിഷ്യത്ത് നമ്മൾ മുൻകൂട്ടി അറിയണം. കാരണം വെച്ചാൽ വായി തുറന്നാൽ കള്ളം പറയുന്നൊരു പ്രതിപക്ഷ നേതാവും പിന്നെ അതിൻ്റെ അനുയായികളാണ് നമുക്ക് ഉള്ളത്. അവർ നമ്മളെങ്ങനെ ഭരണം ഏൽപ്പിക്കും? എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഇവരെ കയ്യിൽ ഭരണം ഏൽപ്പിക്കുക? ഇപ്പം തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇവർ തമ്മിൽ അടിയാണ്. കാരണം വെച്ചാൽ 10 ഉയർന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ 10-15 ഉയർന്ന നേതാക്കന്മാരുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും ഗ്രൂപ്പാണ്. എനിക്ക് മുഖ്യമന്ത്രിയാണോ, മറ്റാൾക്കാണോ, അഥവാ ഇവർ കയറിയെന്ന് തന്നെ വിചാരിക്കുക. പിന്നെ മന്ത്രിസഭാ അധികാരികൾക്കൊന്നും അവർക്ക് സമയം ഉണ്ടാവില്ല. കാരണം മുഖ്യമന്ത്രിക്കായിട്ടുള്ള അടികളാണ്, ഓരോ വകുപ്പിനനുസരിച്ച് അടികളാണ്. എനിക്കത് വേണം, ഇത് വേണം. ഇപ്പം തന്നെ കണ്ടില്ലേ? അപ്പോൾ അതിന് വേണ്ടി ഡൽഹിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഹൈക്കമാൻഡിൻ്റെ അടുത്തേക്ക്. ഇപ്പം ഇതാണ് സ്ഥിതിവിശേഷം. ഇനി നമുക്ക് ഇവരെ കയ്യിൽ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങിയ ചാണത്തിൻ്റെ പത്തിരിയും പിന്നെ നമുക്ക് ഗോമൂത്രം കൂടെ കുടിക്കാം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അമിത്ഷാ കുറേ കാര്യങ്ങളിലൂടെ ഡെവലപ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ BJP വിത്ത് കോൺഗ്രസ് വിത്ത് BJP, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് ഇവർ. എന്നിട്ട് അല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ തലയിൽ കൂടും. ഒരു വിമർശനം പോലും കേന്ദ്ര ഗവൺമെൻറ്റിനെ പറ്റി പറയണമെന്നില്ല. അല്ല, 2019 ഇവിടുന്ന് പോയി, 2025 ഇവിടുന്ന് പോയി കുറേ MP-മാർ. മുന്നേ 19 പോയത് 19 MP-മാർ, പിന്നെ പോയത് 18 MP-മാർ. ഒന്ന് പിന്നെ പ്രതാപൻ്റെ നേതൃത്വത്തിൽ മുരളിനെ കാല് വാരിയിട്ട് BJPക്ക് 1ാം സ്ഥാനം കൊടുത്തു. എന്നിട്ട് പാർലമെൻറ്റ് ഇലക്ഷനിൽ 14,400 വോട്ട് കൂടുതലാണ് ഇടതുപക്ഷത്തിന്. ചില ബൂത്തുകളിൽ വോട്ട് കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വോട്ട് കുറഞ്ഞാൽ അതെങ്ങനെ കുറഞ്ഞ് അത് കണ്ടുപിടിക്കാനുള്ള എല്ലാ സംവിധാനവും ഈ ഒരു പാർട്ടിക്കുണ്ട്, ഇടതുപക്ഷത്തിനുണ്ട്. ഒരൊറ്റ വോട്ട് കുറഞ്ഞാൽ മതി, അതവർ നോക്കും, അത് കണ്ടുപിടിക്കുക ചെയ്യും. എന്നിട്ട് ഇടതുപക്ഷമാണ് കോൺഗ്രസിനെ ജയിപ്പിച്ചെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവർ. അപ്പോൾ വായ തുറന്നു കഴിഞ്ഞാൽ ഇവർ കള്ളം പറയുള്ളൂ. കള്ളം പറഞ്ഞിട്ടാണ് ഇവർക്ക് ഇതുള്ളൂ. വായ തുറക്കുക വെച്ചാൽ ഒന്ന് ഭക്ഷണം കഴിക്കണമെന്ന് കള്ളം പറയാനും. അത് BJP ഇവരും. BJPനെ കടത്തി വെട്ടിപ്പോയി സതീശൻ. BJPക്ക് പിന്നെ ബുദ്ധി ഇല്ലാണ്ടെന്ന് വിചാരിക്കുക. കാരണം വെച്ചാൽ ചാണകവും മൂത്രമാണ് അവരെ ഭക്ഷണം, അതുകൊണ്ട് തീരെ ബുദ്ധിയില്ല അവർക്ക്. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടം വന്ന് നമ്മളെ കേരളത്തിന് എത്തിക്കരുത്. നമ്മൾ ഇവിടെയൊക്കെ ഈ കുറേ മാപ്പിള കമ്മികളുണ്ട്, അവർക്കൊന്ന് മനസ്സിലാക്കണം. കോൺഗ്രസിൻ്റെ വാലും പിടിച്ച് നടക്കണ്ടില്ല, ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ. കാരണം വെച്ചാൽ എല്ലാ വിധത്തിലും മുസ്ലിംസിനെ ദ്രോഹിച്ചുള്ള കോൺഗ്രസ് പാർട്ടിയാണ്, അറിയില്ലേ? ഇപ്പോൾ ഇവർ ഭരിക്കുന്ന കർണാടക സ്റ്റേറ്റ്, അരുണാചൽ പ്രദേശ്, പിന്നെ ഇവിടെ തെലങ്കാന, ഇവിടുത്തെ സ്ഥിതി എന്താ? ഈ തമിഴ്നാട് ഇപ്പോൾ സ്റ്റാലിൻ്റെ ഭരിക്കുന്നത്, എന്നാലും പിന്നെയും കുഴപ്പമില്ല. അവിടെ 30% സ്ഥലത്ത് ഒലുവത്തിൻ്റെ അറിവ് നടന്നിട്ടില്ല. 40-45% സ്ഥലത്ത് കർണാടകയിൽ നടന്നിട്ടില്ല. അരുണാചൽ പ്രദേശിൽ 50% സ്ഥലത്ത് നടന്നിട്ടില്ല. തെലങ്കാനയിൽ 45% സ്ഥലത്ത് നടന്നിട്ടില്ല. അറിവ് നടന്നിട്ടില്ല. ഉദവത്തിൻ്റെ അറിവാണ് പറയുന്നത്. ഒരു മുസ്ലിംസിൻ്റെ ഒരു ആരാധനാ കർമ്മമാണത്. പിന്നെ കർണാടകയിൽ പള്ളികളെല്ലാം കയറിയിട്ട് പള്ളിയിൽ വന്നിട്ട് മുദ്രാവാക്യം വിളിച്ച് ജയ് ശ്രീരാം വിളിച്ച് ആ ചില്ലൊക്കെ അടിച്ച് തകർത്ത് ഭയങ്കര പ്രശ്നമാക്കി. ഒരു മുസ്ലിംസിന് റമദാൻ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പാണ് അറഫ ദിനം. കാരണം വെച്ചാൽ ഞങ്ങളുടെ ഇസ്ലാമിക വിശ്വാസപ്രകാരം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കണം ആദം നബിനെ അവ്വാബീനെ. എന്നിട്ട് പിന്നെ അവർ സംഗമിക്കുന്ന കണ്ടുമുട്ടുന്ന സ്ഥലമാണ് അറഫ എന്ന് പറയുന്നത്, മക്കയിലത്തെ. ആ ബാപ്പി മീൻകുട്ട കണ്ടുമുട്ടുന്ന സ്ഥലത്താണ് അവർ അറഫ ദിനം എന്നിട്ടുള്ള മുസ്ലിംസ് എല്ലാവരും, ലോകത്തുള്ള എല്ലാ മുസ്ലിംസും നോമ്പനുഷ്ഠിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അജ്മാൻ കഴിഞ്ഞ് പിന്നെ പെരുന്നാളാണ് ആഘോഷിക്കുന്നത്. പിന്നെയാണ് ഉദയത്തിൻ്റെ അറിവ്. ഈ സമയത്താണ് അവിടെ വീട്ടുകളിൽ കയറിയിട്ട് കലം പൊന്നിച്ച് നോക്കിയത്. BJP ഇത്രയും കാലം ഭരിച്ചിട്ടും കർണാടകയിൽ നടന്നിട്ടില്ല അങ്ങനത്തെ ഒരു സംഭവം. അത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ അത് നടന്നു. കലങ്ങളൊക്കെ പിടിച്ച് പൊന്നിച്ച് നോക്കിയിട്ട് ഇറച്ചി വെച്ചിട്ടുണ്ടെന്ന് നോക്കിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ തന്നെ 100 വർഷത്തിന് മേലെ താമസിക്കുന്ന ആൾക്കാരവിടെ BJP വന്നിട്ടൊന്നും അവരൊന്നും പുറത്താക്കിയിട്ടില്ല.
BJP ബുൾഡോസർ രാജ് കൊണ്ടുവന്നാലും കൂടിയിട്ട് അവർ 2-3 ദിവസം മുന്നേ കൊടുക്കും, നോട്ടീസ് പതിക്കും. എന്നിട്ട് ഒഴിഞ്ഞു പോയി അവർ പൊളിക്കും. അവരുടെ സാധനങ്ങളൊക്കെ എടുക്കാനുള്ളത് പിന്നെയും കൊടുക്കും. ഇതൊന്നും പറയാതെ എല്ലാ രേഖകളുണ്ട്. ഒറ്റ രേഖ എല്ലാ ഗവൺമെൻറ് കൊടുത്തുള്ള രേഖകളൊക്കെ അവിടെ ഉണ്ട്. ഈ കോൺഗ്രസ് ഭരിച്ചിട്ടും BJP ഭരിച്ചിട്ടും ഒക്കെ. എന്നിട്ട് ആ കുട്ടികൾ അത്രയും ഒക്ടോബർ ആകുമ്പോൾ എനിക്കറിയാം സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ അടുത്ത തണുപ്പ് എന്നുള്ളത്. ഞാൻ ബാംഗ്ലൂർ 10-20 കൊല്ലം ജീവിച്ച ആളാണ്. ഗർഭിണികൾ, കുട്ടികൾ, ഇവരൊക്കെ വയസ്സായ ആൾക്കാർ അവിടെ ഫുള്ള് മുസ്ലിംസാണ്. ഒരു ദലിതന്മാരൊരു 10-15 വീടുണ്ട്, 1-2-3 ക്രിസ്ത്യൻസിൻ്റെ വീടുണ്ട്, ബാക്കിയൊക്കെ മുസ്ലിംസ് അവിടെ. എല്ലാം ഫുൾ ഡോസ് വെച്ച് തകർത്ത് ഒരു സാധനം, ഒരു പുതപ്പോലും എടുക്കാൻ വേണ്ടിയിട്ടുള്ള വിട്ടില്ല. അങ്ങനത്തെ കിരാതന്മാരാണ് ഇവരെ ഭരണം. ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വല്ല അറിവിനോ വല്ല കാര്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? ഈ ദേശീയപാത വികസനം 16,500 കോടി ഉറുപ്പിക കൊടുത്തിട്ടാണ് ആ സ്ഥലം മേടിച്ചിട്ട് കൊടുത്തത്. സെക്കൻഡുകൾക്കകം പച്ചമുളകിനും പപ്പായക്കും വരെ പൈസ കൊടുത്തിട്ട് എല്ലാവരും മനസ്സ് നല്ല സന്തോഷമായിട്ടാണ് അവർ ആ സ്ഥലം വിട്ടുകൊടുത്തത്. അതുകൊണ്ട് പണി ഇപ്പോൾ പുരോഗമിച്ച് വരുന്നത്. ഈ വർഷത്തോടെ അതിൻ്റെ ഉദ്ഘാടനം കഴിയില്ലേ? ചില സ്ഥലങ്ങളിൽ മാത്രമേ പണി ഇതായിട്ട് നിൽക്കുന്നത്. പ്രശ്നമുള്ളത് കൊണ്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം. കോഴിക്കോട് എയർപോർട്ടിലൊന്നും ആൾക്കാർ പോയിരുന്നില്ല. ഇപ്പോൾ അവിടെ പോകാനാണ് ഏറ്റവും ഇഷ്ടം ആൾക്കാർക്ക്. എന്താ, ദൂരം കമ്മിയാണ്. അതേ അന്ന് ഉറങ്ങിയിട്ട് ഓടിക്കുക റോഡ്, അതുപോലത്തെ റോഡാണ്. പിന്നെ മെട്രോ, വാട്ടർ മെട്രോ, അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം, പിന്നെ എത്ര 10-200 പാലങ്ങൾ, അതിൽ 10-100 ഉദ്ഘാടനം കഴിഞ്ഞ് പണിതുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് കാണുന്നുണ്ട്, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. പണ്ടത്തെ മാതിരി പത്രത്തിൽ കൂടിയും മറ്റേ റേഡിയോയിൽ കൂടി അറിഞ്ഞിരുന്നല്ല, ലൈവായിട്ട് എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. എല്ലാവരും ഇത് എടുത്തിട്ട് വിടുകയാണ്. ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ടെലിഗ്രാം, പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതിലൊക്കെ ആൾക്കാർ സെക്കൻഡ് വെച്ചിട്ട് അവരാണ് ഇടുകയാണിത്. ഒക്കെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നിട്ടാണ് ഈ പച്ച കള്ളങ്ങൾ പറയുന്നത്. ഇവിടെ രാഷ്ട്രീയം നോക്കരുത്, നമ്മൾ നാട് വികസിക്കണം. ഇവരെ കയ്യിലേക്ക് ഭരണം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വികസിക്കില്ല. അവർ 10 കൊല്ലം കട്ടതൊക്കെ തീർന്ന് ഇപ്പോൾ കരയാണ് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട്. ഇത് കയറി കഴിഞ്ഞാൽ കക്കാന നേരം ഉണ്ട് അവിടെ തല്ലിടാനും. അധികാരപ്പെടുമ്പോഴല്ലേ കോൺഗ്രസ്സിനുള്ളത്. ഉണ്ടായിരുന്നൊരു കാലമൊക്കെ അത് ഇന്ദിരാഗാന്ധി പോയിട്ടൊക്കെ കഴിഞ്ഞു. പള്ളി പൊളിപ്പിച്ച് ആ കിടന്നിരുന്ന സ്ഥലം ബ്രിട്ടീഷുകാർ പൂട്ടിയിട്ടായിരുന്ന സ്ഥലമാണ് തർക്കസ്ഥലമായിട്ടത്. അത് തുറന്നു കൊടുത്ത് രാജീവ് ഗാന്ധി 2084 414 സീറ്റ് കിട്ടുകയും ചെയ്തു ആ ഇലക്ഷനിൽ. ഒരു മുസ്ലിംസിന് നല്ലൊരു അധികാരം കൊടുത്തിട്ടുണ്ടോ? ഒരു ആഭ്യന്തര ഒരു പ്രതിരോധം കൊടുത്തിട്ടുണ്ടോ? 10-24% ഇവിടെ മുസ്ലിംസ് ഇല്ലേ? 8-9% ക്രിസ്ത്യാനികളോ? ക്രിസ്ത്യാനികൾക്കൊക്കെ എന്തെങ്കിലും അധികാരങ്ങൾ നമ്മൾ കൊടുത്തതിനെ പറ്റി പറയില്ല. ഇവരിങ്ങനെ കൂക്കളിക്കുന്നുണ്ടല്ലോ, മുസ്ലിംസിനായി ചെയ്യുന്നു പറയുന്നത്. ഒരു മുഖ്യമന്ത്രി ആകെ 54 ദിവസം CH മുഹമ്മദ് ഭരിച്ചത്. അദ്ദേഹം രാജിവെച്ച് പോയി. പിന്നെ ഇവരെന്താ കൊടുത്തിട്ടുള്ളത്? ഒരു VP സിംഗ് കയറേണ്ടി വന്ന്, അത് 44 സീറ്റ് ഇടതുപക്ഷം കൊടുത്ത് 14 സീറ്റ് BJP കൊടുത്തിട്ടാണ് കയറിയത് VP സിംഗ്. എന്നിട്ട് അഭ്യന്തരം കൊടുത്ത് മുഫ്തി മൊമേന്, കാശ്മീരുകാരനാണ് അദ്ദേഹം. ആദ്യമായിട്ടൊരു ഇന്ത്യയിലൊരു മുസ്ലിം യുവാവിന് അഭ്യന്തരം കൊടുക്കുന്നത്. എന്തെല്ലാം കോൺഗ്രസ്സല്ല അതിനെ അതിശക്തമായിട്ട് ആദ്യം എതിർത്തത്, അതിനുശേഷം BJP എതിർത്തത്. സമ്മതിച്ചില്ല, കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞവർ BJPയോട്. എന്താ മാർക്സിസ്റ്റ് പാർട്ടി എതിർത്തോ? 44 സീറ്റാന്ന് കൊടുത്തിട്ടുണ്ട് VP സിംഗിന്. അറിയോ? ഒരു പ്രവാചകനാണ്, മുസ്ലിംസിൻ്റെ എല്ലാ ഇതിലുള്ളൊരു പ്രവാചകനാണ്, ലോകർക്കുള്ളൊരു പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ്റെ ഒരു റബീഉൽ അവ്വലിന് ലീവ് പോലും ഇവർ കൊടുത്തിട്ടില്ല. അത് VP സിംഗാണ് കൊടുത്തത്. കോൺഗ്രസ്സാണ് അത് ശക്തമായിട്ട് എതിർത്തത്. അങ്ങനെ ഒരേ കാര്യങ്ങൾ, തിരുവനന്തപുരം എയർപോർട്ട്, ഇതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ടോടെയാണ് അന്നൊക്കെ ചെയ്തത്. ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയായി വിളിച്ച് എത്ര CPIMൻ്റെ ആൾക്കാരെ വിളിച്ചു, CPIയുടെ ആൾക്കാരെ വിളിച്ചു മന്ത്രിസഭ രൂപീകരിക്കാൻ, അതിൽ പങ്കുചേരാൻ വേണ്ടി 3-4 പ്രാവശ്യം സപ്പോർട്ട് ചെയ്തില്ല. കോൺഗ്രസിന് 2 പ്രാവശ്യം സപ്പോർട്ട് ചെയ്തില്ല. ഒരു മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചോ? അധികാരമോഹികളല്ല, ഒരു പാർട്ടി തീരുമാനിക്കുന്ന തീരുമാനം തന്നെയാണ്. ഇപ്പോൾ കുറേ ഞാഞ്ഞൂലുകൾ ഇങ്ങനെ കിടന്നിട്ട് പറയുന്നുണ്ട് പുറത്താക്കിയിട്ട് അവരെ CPIM പുറത്താക്കി. ഇവിടെ ഏത് വലിയ നേതാവാലും ഈ പാർട്ടിയുടെ അച്ചടക്ക നടപടിക്ക് വിധേയനായിട്ടില്ലെങ്കിൽ അവരെ പുറത്താക്കും. അത് ഉറപ്പാണ്. അത് കോൺഗ്രസിൻ്റെ പോലത്തെ പാർട്ടി അല്ലത്. BJPയും കോൺഗ്രസ് ലീഗും ഒന്നല്ലത്. ഇത് തത്തുള്ളൊരു പാർട്ടിയാണ്, പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ചുള്ള പാർട്ടിയാണ്. ഒരു നേരം വെളുത്താൽ ഓടും പിണറായിയുടെ വീട്ടിലേക്ക്. പിണറായി എന്ത് ഷഡ്ഡി ഇട്ടുള്ളത്, എന്ത് തുണി എടുത്തുള്ളത്, എന്ത് ഭക്ഷണം കഴിക്കണത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയുള്ള ശമ്പളങ്ങൾ, എത്ര ശമ്പളം ഒരാൾക്ക് ആലോചിച്ചാൽ അറിയണതല്ലേ? സ്കൂളിൽ നിന്ന് കിട്ടുന്ന ശമ്പളങ്ങൾ, ആ ശമ്പളമൊന്നും എടുത്ത് ചിലവാക്കിയിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിനാണ് ജീവിച്ചിരുന്നവർ. അത് കംപ്ലീറ്റ് ബാങ്കിലായിരുന്നു. പിന്നെ ഗ്രാറ്റുവിറ്റി ഒഴിഞ്ഞു വരുമ്പോൾ ഗ്രാറ്റുവിറ്റി എത്ര ഉണ്ടാവും ഒരു ടീച്ചർക്ക്? 10-30 കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ കൂട്ടി പിന്നെ ലോൺ എടുത്തിട്ടാണ് ആ പെൺകുട്ടിയോട് തുടങ്ങിയത്. ബാംഗ്ലൂർ കമ്പ്യൂട്ടറിൻ്റെ
ഒരു ഓഫീസ് തുടങ്ങിയത്. അതിലൊക്കെ അഴിമതി വേണ്ട ഒരു കോടതിയിലേക്ക് പോയിട്ട് സതീഷിൻ്റെ മുഖത്തേക്കല്ല കോടതി ജഡ്ജി ചീത്താറുണ്ട് ഇത് വലിച്ചെറിഞ്ഞത്. സത്യങ്ങളല്ലാതെ കളവിന് ഒരു സത്യം തെളിയിക്കാൻ പറ്റില്ല. തൽക്കാലം പിടിച്ചിക്കാനേ പറ്റുള്ളൂ. സത്യം സത്യത്തിന് തെളിയും. എന്തെല്ലാം ഇവർ നോക്കി ഈടിയും കീടിയും സാടിയും കൂടിയൊക്കെ വന്നില്ലേ. സ്വർണ്ണത്തിൽ മുസാഫിൻ്റെ ഉള്ളിൽ സ്വർണ്ണം, ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ സ്വർണ്ണം, ചെമ്പിൽ സ്വർണ്ണം, എന്തൊക്കെ ഒരു എന്തുണ്ടാക്കി എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുക. അതേ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരിക്കുന്ന സമയത്ത് 300 കോടി രൂപയുടെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് എല്ലാം തള്ളിപ്പോയില്ലേ. എത്ര ഹൈക്കോടതിയും തള്ളി, ലാസ്റ്റ് സുപ്രീം കോടതി തള്ളിയതല്ലേ. 4 അംഗ ബെഞ്ച്, 6 അംഗ ബെഞ്ചിൻ്റെ പരിഗണനയിൽ ഒരു കേസില്ലാത്ത കാലത്ത് എടുക്കാമെന്നാണ് പറഞ്ഞത്. BJP എത്ര ശ്രമിച്ചു, കോൺഗ്രസ് വന്നിട്ട് എത്ര ശ്രമിച്ചു ആ കേസ് എടുക്കാൻ വേണ്ടി, ലാവ്ലിംഗ് കേസ് തെളിയിക്കാൻ പറ്റും നിങ്ങൾക്ക്? അയാളെ കൈ ശുദ്ധമായ കൈ തന്നെയാണ്. അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും അയാളെ പോലത്തെ നേതാവ് ഇവിടെ വന്നിട്ടില്ല. ഇടതുവശം വലതുവശം മാറി മാറി ഭരിച്ചില്ലേ. പിണറായിയുടെ പോലെ നട്ടെല്ലും പറഞ്ഞ വാക്ക് പാലിക്കുന്നതും ചെയ്യണതേ പറയുള്ളൂ, പറഞ്ഞതേ ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു നേതാവ് വന്നിട്ടില്ലെന്ന്. ഇനി വരാനിരിക്കണം. അത് വരുമെന്ന് തോന്നണമില്ല. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിലും ഏത് പാർട്ടിക്കാരായാലും നാട് വികസിക്കട്ടെ. നാട് വികസിച്ച് കഴിഞ്ഞാലാണ് ഇവിടെ മുസ്ലിം ലീഗായാലും മാർക്സിസ്റ്റ് പാർട്ടിക്കാരായാലും BJP ആയാലും കോൺഗ്രസ് ആയാലൊക്കെ നാട് വികസിച്ച് അവർക്കെല്ലാവർക്കും പറ്റില്ല. പിണറായി കുടുംബം CPM അവർ മാത്രമേ ആ റോഡിൽ കൂടെ പോകണുള്ളൂ. എത്ര റോഡിൻ്റെ വികസനങ്ങളിലൂടെ വന്ന് ചില സ്ഥലങ്ങളിൽ, ചില ഗ്രാമപ്രദേശങ്ങളിൽ ചില റോഡുകൾക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളത് കൊണ്ട് മുൻ കോൺട്രാക്റ്റൊക്കെ എടുത്തപ്പോൾ പാരീസ് റോഡ് മെയിനായിട്ട് അതിന് പ്രശ്നങ്ങളോടൊക്കെ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പൈസ പാസ്സായാലാണ് അതിൻ്റെ ചുറ്റുപാട്ടുള്ള റോഡുകളൊക്കെ നോക്ക്. അതൊക്കെ അതുപോലെ നമുക്ക് പറയാം ഇവിടെ വികസനം കൊണ്ടുവന്നിട്ടില്ല എന്ന്. 1-2 റോഡ് എടുത്ത് കാണിച്ചിട്ടാണ് ഇവിടെ വികസനം നടന്നിട്ടില്ല എന്ന് പറയുന്നത്. പിന്നെ ചില സ്ഥലങ്ങളിൽ വികസനം എത്തിയിട്ടില്ലെങ്കിൽ അത് അവിടുത്തെ MLA MP കഴിവ് കുറവാണ്. അവർ പരിശ്രമിക്കണം. അവർ പറഞ്ഞ് നിയമസഭയിൽ പറഞ്ഞ് പാസ്സാക്കി എടുക്കാനുള്ള കഴിവ് അവർക്ക് വേണം. കോൺഗ്രസ്സിന് അങ്ങനെ MLA മാർക്ക് നട്ടലുണ്ടോ? VD സതീശൻ്റെ മണ്ഡലത്തിൽ നിന്നാണ് 2 പ്രാവശ്യം പോയിട്ട് നോക്കുമ്പോൾ അവിടുന്ന് ആൾക്കാർ എറിഞ്ഞു ഓടിച്ചത്. ഇത് കടക്കരുന്നുണ്ട്. വികസനം വേണം. പച്ചക്കള്ളം പറയാം. ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നഷ്ടത്തിലാണെന്നുണ്ട്. ഇപ്പോൾ 10-18 കോടി ഇപ്പോൾ ലാഭത്തിൽ ഓടുന്നത്. എല്ലാ സൈസിലുള്ള വണ്ടികൾ ഇറക്കിയില്ലേ ഗണേഷ്കുമാർ. എന്നിട്ട് പിന്നെ അയാളെ പഴയ കഥ എടുത്തിട്ട് അച്ഛനും മോനും അങ്ങനെയാണ്, ഭാര്യൻ എങ്ങനെയാണ്, പെണ്ണ് പിടിയാനാണെന്ന് പറഞ്ഞിട്ട് അയാളെ ഇങ്ങനെ ട്രോളിടുക. ഇവർക്ക് പണി അതാണ്, ഈ കള്ളം പ്രചരിപ്പിക്കൽ. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മുടെ അവകാശമാണ് ഒരു വോട്ട്. അത് നമ്മൾ വിനിയോഗിക്കുന്ന രീതിയിൽ വിനിയോഗിക്കുക. നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. വോട്ട് വീണ് കഴിഞ്ഞാൽ, പെട്ടിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ആരാണ് ജയിച്ചതെന്ന് വെച്ചാൽ പിന്നെ അവർ 5 കൊല്ലം കഴിയാണ്ട് അവർ പിന്നെ ഇറങ്ങില്ല. ഈ 10 കൊല്ലത്തെ ഭരണം നിങ്ങൾ ആലോചിക്കണം. ഒരു പവർ കട്ടില്ല, ലോഡ് ഷെഡിങ് ഇല്ല, ഒരാൾ പട്ടിണി എടുത്തിട്ടില്ല. ഇവിടെ കൊറോണ വന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട്. SFIയുടെ UEFAയുടെ പിള്ളേരാണ് മാസ്ക് പോലും ഇടാതെ ഇവിടെ ഭക്ഷണങ്ങളും സാധനങ്ങളൊക്കെ എത്തിച്ചേരുന്നത്. പൈസ കൊടുക്കണ്ടോ നമ്മൾ? പുറത്തിറങ്ങാൻ ധൈര്യമുണ്ട്. അവരെ ചെയ്യുന്നത് അവർ തന്നെയാണ്. അതുപോലെ എടുത്ത് പറയണ ലീഗിലും കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ ആൾക്കാർക്ക് ഉപകാരം ചെയ്യുന്ന കുറച്ച് ആൾക്കാർ ലീഗിലും ഉണ്ട്. നല്ല വശങ്ങൾ നമ്മൾ പറയണമല്ലോ. കോൺഗ്രസിൻ്റെ ഒരു തരി പോലും കാണില്ല അവിടെ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ വോട്ട് നമുക്ക് ഉപകാരപ്പെട്ടവർക്ക് കൊടുക്കുക. പെൻഷൻ ഇപ്പോൾ 2000 ആക്കിയിട്ടുണ്ട്. ഇല്ല, എല്ലാവർക്കും കിട്ടണില്ലേ? 30 വയസ്സ് മുതൽ 50, 56 വയസ്സ്, 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കുന്നുണ്ട്. പിള്ളേർക്ക് വേറെ കൊടുക്കുന്നുണ്ട്. എത്ര കോളേജുകളിവിടെ വന്ന്, എത്ര സ്കൂൾ ഹൈടെക് ആക്കി ഇവിടെ, എത്ര പാലങ്ങൾ വന്ന്. ആൾക്കാർക്ക് സന്തോഷം. ഒരേ പാലത്തിൻ്റെ അവിടെ എപ്പോഴും ആൾക്കാർ നിൽക്കാൻ പറയുന്നത് അവിടെ കച്ചവടം വേളതൊക്കെ കരിപ്പൂരം പോലെ സന്തോഷം കൊണ്ട്. കാരണം വെച്ചാൽ ഒരു 1000 വീടുള്ള 10,000-ഓളം ആൾക്കാർ താമസിക്കുന്ന ഒരു ദ്വീപിലേക്കാണ് 100 കോടിയിലും മേലെ ചിലവിട്ടിട്ട് പാലം ഉണ്ടാക്കി കൊടുത്തത്. ഇതൊക്കെ ഏത് നേതാവ് ചെയ്യും? ലോകത്തിൽ ആരത് ചെയ്തിട്ടുള്ളത്? എന്താ അവരെ കൊണ്ട് അവിടെ ഭയങ്കരമായിട്ടുള്ള ആ ദ്വീപിൽ വല്ല ഇതുണ്ട് കിട്ടുക? എത്ര ആൾക്കാർ മരിച്ചു, കല്യാണങ്ങൾ എത്ര മുടങ്ങി. അവിടുത്തെ അമ്മമ്മയിലും അവിടെ കല്യാണം കഴിക്കേണ്ടതായിട്ട് വന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ല. വഞ്ചിയിലൊക്കെ ഇരുന്നിട്ട് ബോട്ട് ഇരുന്നിട്ട് ആൾക്കാർ പ്രസവിച്ചിട്ടുണ്ട്. പിന്നെ അവർ സന്തോഷിക്കാൻ ഇരിക്കും. ഇതൊക്കെ നമ്മൾ കണ്ടറിയണോ, എന്താണെന്നുള്ളത് നോക്കണം. ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്നത് ആരാ? അത് BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, ഇടതുപക്ഷമൊക്കെ ചെയ്ത് നല്ലത് ആരാ? അവർ വീണ്ടും അധികാരത്തിൽ കയറ്റുക. ഇപ്പോൾ 80% കഴിഞ്ഞിട്ടുണ്ട്. ഇനി 20% ഉണ്ട്. അത് ഗ്രാമീണ തലത്തിലേക്കാണ് ഇങ്ങനത്തുള്ള ഡെവലപ്മെൻറ്റ് എടുക്കുക. ഇങ്ങനെ നോക്കിക്കോ, ഹൈടെക് തന്നെ ആക്കും നമ്മളത്. ഒരു ഗ്രാമപ്രദേശം എന്നിട്ട് ഇവിടെ ഉണ്ടാവില്ല. ഞാൻ ചോദിക്കുമ്പോൾ അയാളുടെ കയ്യിൽ നിങ്ങൾ പറഞ്ഞേൽപ്പിച്ച് നോക്ക്. അത് പറയേണ്ടത് ചെയ്യേണ്ടത് പറയുള്ളൂ. അത് സത്യമാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ വിലയേറിയ ഓരോ വോട്ടും LDF നിങ്ങൾ ചെയ്യുക. അവിടെ നിങ്ങൾ ജാതി മതമോ അവിടെ നിങ്ങൾ പാർട്ടിയോ ഒന്നും നോക്കരുത്. നമ്മുടെ നാട് വികസിക്കണം, നമുക്ക് ഉപകാരം കിട്ടണം. നമ്മുടെ മക്കൾ വരുന്ന തലമുറ നമ്മുടെ മക്കൾക്ക് നല്ലൊരു
ഒരു ഉത്തമമായിട്ടൊരു കേരളം ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് പരിശ്രമിക്കുക. അതിനെല്ലാവരും കൂട്ടി LDF വോട്ട് ചെയ്യുക. ലാൽ സലാം.